കോവിഡിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ അതിവേഗം വളർച്ച കൈവരിച്ച ഒരു സെക്ടറാണ് ഫാർമ സെക്ടർ. ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായവും അതിന്റെ പുരോഗതിയും അനലിസ്റ്റുമാർ വളരെ പോസിറ്റീവായിട്ടാണ് വിലയിരുത്തുന്നത്. ഇന്ത്യൻ ഫാർമ വ്യവസായത്തെ ഫാർമസി ഓഫ് ദി വേൾഡ് എന്ന് വിളിക്കുന്നു. കാരണം അതൊരു ലോകമെമ്പാടും സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും എന്നാൽ ഉയർന്ന നിലവാരമുള്ളതുമായ ഒരു ജനറിക് മെഡിസിൻസ് നൽകി പോരുന്നതാണ്. ജനറിക് മരുന്നുകൾ 71% വരും. അതേസമയം ഓവർ ദി കൗണ്ടർ പേറ്റന്റ് മരുന്നുകൾ എന്നിവ യഥാക്രമം 21%, 9%. ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്നുകളുടെ ദാതാവായ ഇന്ത്യ 2023 സാമ്പത്തിക വർഷത്തിൽ $25 ബില്യൺ അധികം മൂല്യമുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ആണ് കയറ്റുമതി ചെയ്തത്. അളവിന്റെ അടിസ്ഥാനത്തിൽ ആഗോള ജനറിക് മരുന്നുകളുടെ കയറ്റുമതിയുടെ 20% ഇന്ത്യൻ മരുന്നുകളാണ്. വടക്കേ അമേരിക്കയിലാണ് ഏറ്റവും വലിയ പങ്ക്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വിൽപ്പന 8 മുതൽ 10% വളർച്ച പ്രതീക്ഷിക്കുന്നതായിട്ട് ഗ്ലോബൽ അനലിറ്റിക്കൽ റിസർച്ച് ആൻഡ് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ അതിന്റെ വിശകലനത്തിൽ സൂചിപ്പിച്ചു. സ്ഥിരമായ ആഭ്യന്തര വിപുലീകരണവും നിയന്ത്രിത വിപണികളിലേക്കുള്ള വർദ്ധിച്ച കയറ്റുമതിയും ഈ വളർച്ചയെ നയിക്കും. എന്നിരുന്നാലും സെമി റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, അതായത് അവരുടെ ഗവൺമെന്റുകൾ പൂർണ്ണമായും നിയന്ത്രിക്കാത്ത ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ കമ്പനിയുടെ അഭിപ്രായത്തിൽ വെല്ലുവിളികൾ നേരിടാനിടയുണ്ട്. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് എന്നുള്ളത് US, യൂറോപ്പ്, കാനഡ തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്നു. അതേസമയം ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവ ഉൾപ്പെടുന്നത് സെമി റെഗുലേറ്റഡ് മാർക്കറ്റ്സിലും വരും. ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കയറ്റുമതി വിലയിരുത്തുമ്പോൾ നിലവിൽ ആഗോള വിപണിയിൽ ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്നുകളുടെയും ഇന്ത്യയുടെ പങ്ക് 5.71%. ഫോർമുലേഷൻസ് ആൻഡ് ബയോളജിക്കൽസ് 72.54%. തുടർന്ന് ഡ്രഗ് ആൻഡ് ഇന്റർമീഡിയറ്റ്സും ബൾക്ക് ഡ്രഗ്സുമാണ് വരുന്നത്. നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്ക, കറീബിയൻ കൺട്രീസ്, മിഡിൽ ഈസ്റ്റ്, കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ്, പിന്നെ മറ്റു യൂറോപ്യൻ റീജിയൻസ് എന്നിവിടങ്ങളിലേക്കും ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം 2/3 നാഫ്റ്റ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാണ്. 2023-24 ഇന്ത്യൻ ഫാർമ വ്യവസായത്തിന്റെ മികച്ച 5 കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങൾ USA, ബെൽജിയം, ദക്ഷിണാഫ്രിക്ക, UK, ബ്രസീൽ എന്നിവയാണ്. 2023-24 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ യഥാക്രമം 29.72%, 2.82%, 2.59% വിഹിതവുമായിട്ടാണ് US, ബെൽജിയം, ദക്ഷിണാഫ്രിക്ക എന്നിവ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായത്. USA പുറത്ത് നിർമ്മാണ സൗകര്യങ്ങളുള്ള ഏറ്റവും കൂടുതൽ US FDA കംപ്ലൈന്റ് കമ്പനികൾ എണ്ണത്തിൽ ഇന്ത്യയാണ് മുന്നിൽ നിന്ന് അത് അഭിമാനത്തോടുകൂടി നയിക്കുന്നത്. ആഗോള ജനറിക് മരുന്ന് കമ്പനികളിൽ 20-ൽ 8 ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ പകുതിയിലധികവും, അതായത് ഏകദേശം 55%, ഒരു ഉയർന്ന നിയന്ത്രണമുള്ള വിപണികളിലേക്കാണ് നയിക്കുന്നത്. കൂടാതെ ലോകാരോഗ്യ സംഘടനയായ WHO ആഗോള വാക്സിൻ ആവശ്യങ്ങളുടെ ഏകദേശം 65 മുതൽ 70% നിറവേറ്റുന്ന വാക്സിനുകളുടെ മുൻനിര കയറ്റുമതിക്കാരാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിയുടെ 75% വരുന്ന ഡ്രഗ് ഫോർമുലേഷൻസ് ആൻഡ് ബയോളജിക്കൽസ് ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. 2016-17 മുതൽ 2022-23 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മരുന്ന് ഫാർമസ്യൂട്ടിക്കൽസ് കയറ്റുമതി $16.8 ബില്യൺ നിന്നും $25.4 ബില്യൺ ഉയർന്നിരുന്നു. ഇത് 51% ഒരു വർധനമാണ് രേഖപ്പെടുത്തുന്നത്. മറ്റു വിപണികളെ മറികടക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഫാർമ കമ്പനികൾ ലോകമെമ്പാടും ആവശ്യ മരുന്നുകൾ മിതമായ നിരക്കിൽ നൽകുന്നു. ഇന്ത്യൻ ഫാർമ വ്യവസായത്തിന്റെ നിലവിലെ വിപണി വലിപ്പം $50 ബില്യൺ ആണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. വികസിതവും വളർന്നു വരുന്നതുമായ വിപണികളിലെ എതിരാളികളെക്കാൾ ഈ കമ്പനികൾക്ക് മത്സരാധിഷ്ഠിത നേട്ടവുമുണ്ട്. US FDA, WHO മാനദണ്ഡങ്ങൾ എന്നിവ അംഗീകരിച്ച സോളിഡ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുടെ ലഭ്യത വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെലവ് കുറഞ്ഞ വർക്കേഴ്സ് വേജസും കുറഞ്ഞ ഉൽപാദന ചെലവും, അതായത് മരുന്ന് ഉൽപാദന ചെലവ് 40 മുതൽ 70% കുറവാണ്. വർക്കേഴ്സ് വേജസും ശരാശരി 60 മുതൽ 70% വരെ കുറവാണ്. ഒപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലെ ചെലവ് കുറവും എല്ലാം വളരെയധികം ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഗുണം ചെയ്യുന്നു ഇന്ത്യൻ കമ്പനീസിനെ. ഇന്ത്യയിൽ ഏകദേശം 3000 ഫാർമ കമ്പനികളുണ്ട്. അതിൽ 7 വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ മികച്ച 100 ഫാർമ കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. വരുമാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനിയായ സൺ ഫാർമ, ഔറോബിന്ദോ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ലൂപ്പിൻ, എബോട്ട് എന്നിവയാണ് ഈ പ്രമുഖര്. ഇനി ഈ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഗ്രോത്തിലും അവയുടെ ഷെയറുകളിലും എങ്ങനെ ഈ
എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി പ്രതിഫലിച്ചു എന്ന് നമ്മൾ നോക്കിയാൽ ഫിനാൻഷ്യൽ ഇയർ 2023-24 സാമ്പത്തിക വർഷത്തില് കയറ്റുമതി 25.4 ബില്യൺ US$ ആയിരുന്നു. അതായത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 30% റവന്യൂ കമ്പനികൾക്ക് ഈ എക്സ്പോർട്ടിൽ നിന്ന് മാത്രമാണ് ലഭ്യമായത്. അത് ഇന്ത്യൻ മെഡിസിന്റെ ശക്തമായ ആഗോള വിപണി ആവശ്യതയെ ഇത് വളരെ ശക്തമായി തന്നെ വളരെ പോസിറ്റീവായി തന്നെ സൂചിപ്പിക്കുന്നു. കമ്പനികളിലേക്ക് വരുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ മുന്നിൽ നിൽക്കുന്ന സൺ ഫാർമയുടെ Q3യും അതിലെ എക്സ്പോർട്ടിൽ നിന്നുള്ള പങ്കാളിത്തവും നോക്കിയാൽ മൂന്നാം പാദത്തില് സൺ ഫാർമയുടെ ഇന്ത്യയിലെ വിൽപ്പന 11.4% ഉയർന്ന് 3778.5 കോടി രൂപയായി. ടാറോ ഉൾപ്പെടെയുള്ള US ഫോർമുലേഷനുകളുടെ വിൽപ്പന 13.2% വർദ്ധിച്ച് $477 മില്യൺ എന്നിരുന്നാലും എമർജിംഗ് മാർക്കറ്റ് ഫോർമുലേഷൻ സെയിൽസ് 2.3%-ഓടെ $252 ദശലക്ഷം ആയി. മറ്റ് ലോക വിപണികളിലെ ഫോർമുലേഷൻ വിൽപ്പന $214 മില്യൺ ആയിരുന്നു. ഇത് 12.9% ഒരു വർധനവ് രേഖപ്പെടുത്തി. എന്നിരുന്നാലും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ ബാഹ്യ വിൽപ്പനയിൽ 9.6% ഇടിവോടുകൂടി $466.1 കോടി രൂപയായി. പ്രധാന ഉൽപ്പന്നങ്ങളുടെ ക്യാപ്റ്റീവ് ഉപഭോഗത്തിനായിട്ട് API വിതരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിട്ട് കമ്പനി അറിയിക്കുകയും ചെയ്തു. US-ഉം എമർജിംഗ് മാർക്കറ്റുകളും ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് വേൾഡ് വിപണികളിലെ ഫോർമുലേഷൻ വിൽപ്പന സെപ്റ്റംബർ 30, 2023 വരെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഏകദേശം 11% വർദ്ധിച്ച് $732 മില്യൺ ആയിരുന്നു. റോ മാർക്കറ്റ് വിൽപ്പന $178 ബില്യൺ ആയിരുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ സൺ ഫാർമയുടെ റവന്യൂവില് പ്രധാന പങ്കും എക്സ്പോർട്ടിൽ നിന്ന് കമ്പനിക്ക് ലഭിക്കുന്നു. റവന്യൂ ആൻഡ് എബിഡ ഗ്രോത്തിൽ ഇത് വളരെയധികം സ്വാധീനിക്കുന്നതിനാൽ ശക്തമായ ഒരു US ജനറിക് മെഡിസിന്റെ പ്രകടനം ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സ്പെഷ്യാലിറ്റി സെഗ്മെന്റ് വളർച്ച കൂടുതൽ പോസിറ്റീവായിട്ട് സംഭാവന ചെയ്യുന്നു സൺ ഫാർമയ്ക്ക്. ഇനി ഔറോബിന്ദോ ഫാർമയുടെ നോക്കിക്കഴിഞ്ഞാൽ Q3 റിസൾട്ട്സിൽ റവന്യൂ 8,246 കോടി രേഖപ്പെടുത്തിയതിൽ US ഫോർമുലേഷൻസ് റവന്യൂ മാത്രം 2,390 കോടി രൂപ ഉൾപ്പെടും. അതായത് 28.9% റവന്യൂവിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഈ എക്സ്പോർട്ടിൽ നിന്ന് മാത്രം. യൂറോപ്പ് ഫോർമുലേഷൻസ് ആണെങ്കിലും 1.6% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ശക്തമായ കയറ്റുമതി പ്രകടനം പ്രത്യേകിച്ച് ശ്രദ്ധേയമായ Q3 ഫലങ്ങളുടെ പ്രകടനത്തിൽ US ഫോർമുലേഷൻസ് ഒരു പ്രധാന ഡ്രൈവർ ആയിരുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ നെറ്റ് പ്രോഫിറ്റില് 91.43% വർധനയും 2,091 കോടി രൂപയായിട്ട് അത് രേഖപ്പെടുത്താനും ഔറോബിന്ദോ കമ്പനിയെ സഹായിക്കുകയും ചെയ്തു. ഇനി ഡോക്ടർ റെഡ്ഡീസിന്റെ കാര്യത്തിലേക്ക് വന്ന Q3 ഫലങ്ങളിൽ കയറ്റുമതി ഒരു പ്രധാന പങ്ക് വഹിച്ചു. പ്രത്യേകിച്ച് US ജനറിക് വിപണിയിലെ മികച്ച പ്രകടനം വരുമാനത്തിന്റെ ഏകദേശം 50% കയറ്റുമതിയിൽ നിന്നാണ്. കമ്പനിയുടെ മൊത്തം റവന്യൂ ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ 72,148 കോടി രൂപയായിരുന്നു. ഇതിൽ Q3 ഫിനാൻഷ്യൽ ഇയർ 2024 പ്രകാരം ഗ്ലോബൽ ജനറിക് സെഗ്മെന്റിൽ മാത്രം രേഖപ്പെടുത്തിയ റവന്യൂ 63,095 കോടി രൂപയായിരുന്നു. അതിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം 33,492 കോടിയും യൂറോപ്പിൽ നിന്ന് 4,970 കോടിയും എമർജിംഗ് മാർക്കറ്റ്സിൽ നിന്ന് 12,833 കോടിയും എന്നാൽ ഇന്ത്യയിൽ നിന്ന് വെറും 11,800 കോടി മാത്രമാണ് റവന്യൂ രേഖപ്പെടുത്താൻ സാധിച്ചത്. അതായത് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് 16% ഗ്ലോബൽ ജനറിക്സ് മെഡിസിൻ രേഖപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഡോക്ടർ റെഡ്ഡിയുടെ റവന്യൂ ഗ്രോത്തിൽ പ്രധാന പങ്കും വഹിക്കുന്നത് എക്സ്പോർട്ടിൽ നിന്ന് തന്നെയാണെന്ന്. ഇനി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഗവൺമെന്റ് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നു എന്ന് നോക്കിയാൽ ഇന്ത്യ ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 500 കോടിയാണ് ഇതിനായിട്ട് വകയിരുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിനായിട്ട് സെമിനാറുകളും കോൺഫറൻസുകളും എക്സിബിഷനും ഡെലിഗേഷൻസും എല്ലാം നടത്തുന്നതിനുള്ള ഒരു സാമ്പത്തിക പിന്തുണയോടെ 2017 ഫാർമസ്യൂട്ടിക്കൽ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്കീം അവതരിപ്പിച്ചു. ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ അസിസ്റ്റൻസ് സ്കീമിന് കീഴിലുള്ള ഒരു ഉപപദ്ധതിയായിട്ട് ഇത് സംയോജിപ്പിച്ചിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ സ്ട്രെങ്തനിങ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി 2022 ജൂലൈയിൽ ആരംഭിച്ചു. SMEകൾക്ക് WHO GMP നിലവാരം കൈവരിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഇത് കമ്പനികൾക്ക് ഒരു ബ്രാൻഡ് നെയിം മെച്ചപ്പെടുത്തുന്നതിനും പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് ആഗോള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഏറ്റവും മികച്ച തരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നും ഇത് ഉറപ്പാക്കുന്നു. ചുരുക്കത്തിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ മെഡിക്കൽ ചെലവ്
9 മുതൽ 12% വരെ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ലോകമെമ്പാടുമുള്ള മികച്ച 10 രാജ്യങ്ങളിലും ഇടം നേടുന്നുണ്ട് ഇന്ത്യ. വർദ്ധിച്ചു വരുന്ന ഹൃദ്രോഗം, പ്രമേഹം, വിഷാദരോഗം, ക്യാൻസർ വിരുദ്ധ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള വിട്ടുമാറാത്ത ചികിത്സകളിലേക്ക് തങ്ങളുടെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോയെ നയിക്കാനുള്ള കമ്പനികളുടെ കഴിവ് ഭാവിയിലെ ആഭ്യന്തര വിൽപ്പന വളർച്ചയിലും ഒരു പങ്ക് വഹിക്കുമെന്ന് അനലിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നു. വിപണിയിൽ ജനറിക് മരുന്നുകളുടെ വേഗത്തിലുള്ള ഒരു ആമുഖം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഗുണം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സ്കെയിലിൽ എത്തിച്ച് ആഗോള ജനറിക് വിപണിയിൽ ഇന്ത്യ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 മുതൽ 6 പതിറ്റാണ്ടുകളുമായിട്ട് സ്ഥിരതയാർന്ന ഒരു നവീകരണം മൂലമാണ് കയറ്റുമതിയിൽ വളർച്ച കൈവരിക്കാനായതെന്നും പറയുന്നു. 2022 കണക്കനുസരിച്ച് ഇന്ത്യയുടെ ആഗോള കയറ്റുമതിയിൽ ഫാർമയുടെയും മരുന്നുകളുടെയും പങ്ക് 5.92%. സർക്കാർ പിന്തുണയോടെ ഒരു നെറ്റ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് കയറ്റുമതിക്കാരനാകാൻ ഇന്ത്യക്ക് വളരെയധികം അതുകൊണ്ട് സാധ്യതയുണ്ട്. കാരണം സ്വകാര്യ കമ്പനികൾക്ക് API പ്ലാന്റുകൾ സ്ഥാപിക്കാനും അവ ആശ്രിത രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും കഴിയും. ഇറക്കുമതിയിൽ ഇന്ത്യൻ സാമ്പത്തിക സർവേ 2023-24 അനുസരിച്ച് ഫാർമ വ്യവസായം 2025ഓടെ മൂല്യത്തിൽ $75 ബില്യൺ, 2030ഓടെ $130 ബില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം തന്നെ ഇന്ത്യൻ ഫാർമ സെക്ടറിൽ നിലകൊള്ളുന്ന കമ്പനികളിലെ നിക്ഷേപകർക്കും വളരെയധികം ഒരു പോസിറ്റീവായ ഒരു വാർത്തയാണ്. നമുക്ക് ഈ കമ്പനീസിന്റെ ടെക്നിക്കൽസ് കൂടി അനലൈസ് ചെയ്യാം. യെസ്, നമുക്ക് ഫസ്റ്റ് സൺഫാർമ നോക്കാം. അപ്പോൾ സൺഫാർമ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് 1510 എന്ന് പറയുന്ന ലെവലിലാണ്. ഇന്നത്തെ ദിവസം ഒരു 0.68% ഇടിവാണ് നമുക്ക് സൺഫാർമയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്ന ഒരു സപ്പോർട്ട് ഏരിയ 1510 എന്ന് പറയുന്ന ലെവലാണ്. അതുപോലെ നല്ല അപ്സൈഡിലാണ് നമുക്ക് സൺഫാർമയുടെ ഓഹരിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി പോയിന്റ് നമുക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു കറക്ഷൻ നടന്ന ശേഷം എൻട്രിക്ക് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഒരു കറക്ഷൻ വരുമ്പോൾ സപ്പോർട്ടായിട്ട് മെയിനായിട്ട് 1451, അതുപോലെ തന്നെ 1391 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യുന്നതാണ് സപ്പോർട്ടായിട്ട്. അതുപോലെ 1331 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് സൺഫാർമയിൽ വാച്ച് ചെയ്യുന്നതാണ്. സൺഫാർമയിൽ നമുക്ക് ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ബൈ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുവാണെങ്കിൽ സൺഫാർമയ്ക്കകത്ത് അപ്സൈഡിലേക്കാണെങ്കിൽ 1521, 1680 ഒക്കെ ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 1154 എന്ന് പറയുന്ന ഒരു ലെവലാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഔറോബിന്ദോ ഫാർമ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാൻ പറ്റിയൊരു ലെവല് 980 എന്ന് പറയുന്ന ലെവലാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് 958.95 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്കൊരു സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോങ് പൊസിഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് 980 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ലെവൽ വരുന്ന 1040 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1062 പിന്നീട് 1081 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ഏറ്റവും ഹൈ ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് വരുന്ന 1160 എന്ന് പറയുന്ന ലെവലൊക്കെ ഔറോബിന്ദോയ്ക്കകത്ത് നമുക്ക് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു 1.29% ഒരു ഇടിവ് നേരിട്ട ഒരു കമ്പനിയാണ്. ഒരു മാസത്തെ കണക്കുകൾ നോക്കുവാണെങ്കിൽ 11.68% ഒരു ഇടിവാണ്. 1 ഇയർ ആയിട്ട് നോക്കുവാണെങ്കിൽ 116.11% ഒരു നേട്ടം നേടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇപ്പം സെല്ലാണ് നമുക്ക് കിട്ടുന്നൊരു സിഗ്നൽ. അതുപോലെ ഇതിൻ്റെ ഒരു അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന റേഞ്ച് നോക്കുവാണെങ്കിൽ അപ്സൈഡിലേക്ക് പറയുന്ന 1168, 1375 എന്ന് പറയുന്ന ലെവലൊക്കെ വാച്ച് ചെയ്യുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് ആണെങ്കിൽ 940 എന്ന് പറയുന്ന ഒരു റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ എബൌട്ട് ഇന്ത്യ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ വ്യാപാരം നടത്തുന്ന 29,200 എന്ന് പറയുന്ന ലെവലാണ്. ഇന്നത്തെ ദിവസം ഒരു 0.57% ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 29,464 എന്ന് പറയുന്ന ലെവലാണ്. അതുപോലെ ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 27,989 എന്ന് പറയുന്ന ലെവലിൽ സപ്പോർട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 26,275 എന്ന് പറയുന്ന ലെവലിൽ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. പിന്നെ 24,198 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് എബൌട്ട് ഇന്ത്യക്കകത്തൊരു സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. എബൌട്ട് ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 1.45% ഒരു നേട്ടം നേടിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ നോക്കുവാണെങ്കിൽ 25% നേട്ടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 43% ഒരു നേട്ടം നേടിയ ഒരു ഓഹരിയാണ് എബൌട്ട് ഇന്ത്യയുടെ. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക്
ബൈ ആണ് കിട്ടുന്ന സിഗ്നൽ. അതുപോലെ തന്നെ അൺഎസ്റ്റിമേറ്റ് സജസ്റ്റ് ചെയ്യുന്ന റേഞ്ച് പരിശോധിക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് 29,200 30,000 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ഒരു അപ്സൈഡിലേക്കുള്ള ടാർഗറ്റായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 27,200 പറഞ്ഞ് 20,013 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ലൂപ്പിന്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം 1599 എന്ന് പറയുന്ന ലെവലിലാണ് വ്യാപാരം നടത്തുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു 0.74% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്നത് 1263 എന്ന് പറയുന്ന ലെവല് ബ്രേക്ക് ചെയ്ത ശേഷമാണ് അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അതുപോലെ ഇപ്പം നോക്കുവാണെങ്കിൽ ചെറിയൊരു സൈഡ് വൈസ് രീതിയിലാണ് ഇതിന്റെ ഓഹരികൾ ഓഹരികളിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവല് ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന 1627 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യുന്നതാണ്. സപ്പോർട്ടായിട്ട് മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ടത് 1588 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് 1652 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യാം. അതുപോലെ തേർഡായിട്ട് നമുക്ക് 1697 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ഇനി റെസിസ്റ്റൻസ് ലെവലായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അൺഎസ്റ്റിമേറ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കാണെങ്കിൽ 1949, ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 1530 1123 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ഇതിനകത്ത് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ സിപ്ലയുടെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് സിപ്ലയ്ക്കകത്ത് ഇപ്പം വ്യാപാരം നടക്കുന്ന 1421 പറഞ്ഞ റേഞ്ചിൽ ഇന്നത്തെ ദിവസം ഒരു 0.2% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് 1410 എന്ന് പറയുന്ന ലെവൽ എടുക്കാം. അതുപോലെ തന്നെ അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ലെവൽ വരുന്ന 1434 നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1452 1461 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് സിപ്പിൾ എടുക്കാവുന്നതാണ്. സിപ്ലയുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുമ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ 1.73% ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 38.57% ഒരു നേട്ടം നേടിയ ഓഹരിയാണ് സിപ്ലയുടെ. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ബൈ ആണ് നമുക്ക് ഇൻഡിക്കേറ്ററിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ അനലിസ്റ്റ്മാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുവാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് അവർ പറയുന്ന 1424 1660 എന്ന് പറയുന്ന ലെവല് നമുക്ക് ടാർഗറ്റ് നോക്കാവുന്നതാണ്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 1076 എന്ന് പറയുന്ന ലെവലും വാച്ച് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്ടർ റെഡ്ഡിയുടെ ചാർട്ടാണ്. ഇപ്പം 6261 എന്ന് പറയുന്ന ലെവലിൽ വ്യാപാരം നടത്തുന്നു. ഒരു ഫ്ലാറ്റ് രീതിയിലാണ് നമുക്ക് ഇപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡോക്ടർ റെഡ്ഡിയിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് ലെവൽസ് നോക്കുവാണെങ്കിൽ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വരുന്ന സപ്പോർട്ട് 6250, അതുപോലെ തന്നെ 6218 എന്ന് പറയുന്ന ലെവലിൽ സപ്പോർട്ട് കാണുന്നുണ്ട്. ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് 6124 എന്ന് പറയുന്ന ലെവൽ എടുക്കുന്നതാണ്. റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് 6297 അതുപോലെ തന്നെ 6316 6339 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഡോക്ടർ റെഡ്ഡിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ റെഡ്ഡിയുടെ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 0.71% ഒരു നേട്ടം നേടാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 37.70% ഒരു നേട്ടമാണ് നേടിയേക്കുന്നത്. അനലിസ്റ്റ്മാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ചും കൂടെ നോക്കുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് 6785, ഡൗൺ സൈഡിലേക്ക് 5919, അതുപോലെ തന്നെ 3920 എന്ന് പറയുന്ന റേഞ്ചൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്.